തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 90 സീറ്റിലധികം നേടി തുടർ ഭരണം ഉറപ്പാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അങ്ങനെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ഉയർത്തിക്കാട്ടിയാണ്. പിണറായി വിജയൻ എന്ന നേതാവിനെയല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വാഭാവികമായി ഉയർത്തിക്കാട്ടും. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെ ഒന്നാകെ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തുടർ ഭരണം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതേ സമയത്ത് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു ഉപദേശം കൊടുക്കുന്നു. രാഷ്ട്രീയമാണ്, അതുകൊണ്ട് വനവാസത്തിന് പോകരുത്, UDF നേതാവായി തന്നെ തുടരണം എന്നാണ് VD സതീശനോടുള്ള അദ്ദേഹത്തിന്റെ MV ഗോവിന്ദന്റെ ഉപദേശം എന്ന് പറയുന്നത്. അതേസമയത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെയും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്ന സാഹചര്യം അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. സാങ്കേതികത്വം പറഞ്ഞ് അവരുടെ വോട്ട് ഇല്ലാതാക്കിയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള വിജയം LDF നേടും. ഇടതുപക്ഷത്തിൽ നിന്ന് CPM നേതാക്കളായി പിന്നീട് കളം മാറി മത്സരിച്ച ആളുകളുണ്ട്. ആ മണ്ഡലത്തിൽ ഒരു കോട്ടവും CPM സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ UDF നേതാക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും UDF നേതാക്കൾ മുഖ്യമന്ത്രി പദം വരെ വീതം വെച്ചിരുന്നു, മന്ത്രിമാരെ തീരുമാനിച്ചിരുന്നു, അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ തീരുമാനിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വൃഥാവിലായതാണ് അന്ന് കണ്ടത്. അത് തുടരും എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. വിജിൻ വായാന്തോട് ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത വിജിൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, 90+ എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. എത്ര സീറ്റ് എന്ന് ചോദിച്ചപ്പോൾ അത് ഉറപ്പിച്ച് പറയുന്നില്ല. 100 കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി പുഞ്ചിരിയായിരുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് തുടർഭരണം ഉറപ്പാണ് എന്ന് CPM വിശ്വസിക്കാൻ കാരണമായി മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വിജിൻ, MV ഗോവിന്ദ മാസ്റ്റർ? മഹേഷ്, എന്തായാലും 90 സീറ്റിന് മുകളിൽ നേടി വീണ്ടും തുടർഭരണം ഉണ്ടാകും എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. അക്കാര്യമാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് LDF പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കൃത്യമായി ക്രിയാത്മകമായ പ്രവർത്തനമാണ് LDF പ്രവർത്തകർ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയത്, എല്ലാ മണ്ഡലങ്ങളിലും നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിജയമുണ്ടാകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പലതവണ സ്ക്വാഡ് വർക്കുകൾ നടത്തി. ഒപ്പം തന്നെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി നടന്നിട്ടില്ല. അത് വെറുതെ ഉള്ള പ്രചാരണമാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഭരണത്തിലെത്തും എന്നുള്ള വലിയ തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. 90 സീറ്റിന് മുകളിൽ എന്ന് പറയുമ്പോൾ നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ എത്ര സീറ്റ് നേടും എന്ന കൃത്യമായ കണക്ക് പറയുന്നില്ല. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് 110ഓളം സീറ്റ് നേടും എന്നുള്ളതായിരുന്നു. പക്ഷേ 110ഓളം സീറ്റ് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി MV ഗോവിന്ദൻ പറയുന്നില്ല. 90-ന് മുകളിൽ എന്ന് പറഞ്ഞാൽ അത് എത്രയും ആകാം എന്നുള്ളതാണ് നിലവിൽ മറുപടിയായി പറയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വനവാസത്തിന് പോകരുത്, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ തുടരണം, UDF നേതാവായി തുടരണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേമത്തും വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള BJPക്ക് ശക്തിയുള്ള കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ BJP നേടില്ല. BJPക്ക് ഒരു സീറ്റും നിലവിൽ കേരളത്തിൽ കിട്ടില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്നുള്ളത്. അതാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും CPM ഇപ്പോൾ മണ്ഡലാടിസ്ഥാനത്തിൽ എടുത്ത കണക്കുകൾ, ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം ഇന്ന് നടത്തിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് നിലവിൽ CPM എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 90 സീറ്റിന് മുകളിൽ നേടി വീണ്ടും തുടർഭരണം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് പ്രധാനമായും പല കാരണങ്ങളിൽ ഒന്ന്, ഇത്രയും നാൾ 10 വർഷമായി നടത്തിയ വികസന നേട്ടങ്ങൾ തന്നെയാണ്, വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള ഒരു മത്സരമാണോ നടന്നതെന്ന ചോദ്യത്തിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഇപ്പോഴും നയിക്കുന്ന നേതാവ് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നു. ആ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ MV ഗോവിന്ദൻ 90 സീറ്റിന് മുകളിൽ നേടുമെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. വിജിൻ, MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ കേരളത്തിലുടനീളം ഒരേ തരത്തിലുള്ളൊരു ഏകീകരണം സംഭവിച്ചിട്ടില്ല. ഇനി അത് ഒരു തരത്തിലും UDF അനുകൂലമാവുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് SIR നടപ്പാക്കിയതിനു ശേഷം ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഒന്നാകെ
വോട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് ഒരിക്കലും കരുതുക വയ്യ എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ CPM-ന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിനപ്പുറത്തേക്ക് CPM-ന്റെ പൊതുവായി സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്ന ഒരു വിലയിരുത്തൽ എന്താണ് വിജയ്? മഹേഷ്, അതിൽ പ്രധാനപ്പെട്ട ഘടകം ഒന്ന് ഈ SIR ആണ്. SIR-മായി ബന്ധപ്പെട്ടൊരു ആശങ്ക നിലവിൽ മുസ്ലിങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആണ് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഉയർന്ന പ്രചാരണം എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഒരു നേറ്റിവിറ്റി കാർഡ് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരാനുള്ള തീരുമാനം അത് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്താൻ, അവരെ കൂടെ നിർത്താനുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉൾപ്പെടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത്തരത്തിലുള്ള നടപടികൾ, അതായത് മുസ്ലിം സമൂഹത്തിനും മറ്റ് ന്യൂനപക്ഷ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാവുന്ന ഘട്ടത്തിൽ അവർ അത് പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ നടന്നതുപോലുള്ള ഒരു വലിയ ഏകീകരണം അത് UDF-ന് അനുകൂലമായി ഉണ്ടാകില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. അത്തരം കണക്കുകളാണ് നിലവിൽ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചത്. അതായത് ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് ചർച്ച ചെയ്ത ശേഷം നൽകിയ കണക്കുകൾ പ്രകാരമാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നത് എന്നുള്ളതാണ്. പല വിഷയങ്ങളിലും LDF സ്വീകരിക്കുന്ന നിലപാട് അത് മുസ്ലിം സമൂഹത്തിനും ഒപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിനും അനുകൂലമായ നിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായും മറ്റൊരു ഭാഗത്തേക്ക് ചാഞ്ഞു മാറേണ്ട അവസ്ഥ നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് CPM സെക്രട്ടേറിയറ്റ് എന്തായാലും നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ UDF-ന് അനുകൂലമായ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാകില്ല എന്ന ഉറച്ച വിലയിരുത്തൽ അത് വാർത്താസമ്മേളനത്തിലും പറയുന്നത്, വിശദീകരിക്കുന്നത്. ഓക്കെ വിജയൻ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ UDF-ന്റെ സർക്കാർ വരും, ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, നേരത്തെയും ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലും UDF നേതാക്കൾ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും റിസൾട്ട് അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ്. UDF-ന് ഏത് തരത്തിലാണ് ഇന്നും ഗോവിന്ദൻ മാസ്റ്റർ ഈ വാർത്താ സമ്മേളനത്തിലും ആക്രമിച്ചത്? അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനുള്ള അദ്ദേഹത്തിന്റെ ഉപദേശവും നമ്മൾ കണ്ടല്ലോ, വനവാസത്തിന് പോകണ്ട, രാഷ്ട്രീയമാണ്, ജനങ്ങൾ ക്ഷമിച്ചോളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീർച്ചയായും മഹേഷ്, അതായത് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്ന കാര്യം എന്നുള്ളത്, അതായത് കഴിഞ്ഞ തവണയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ മന്ത്രിമാരെ ഉൾപ്പെടെ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുകയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും 2 ടേമായി മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ അവർ നടത്തുകയും അങ്ങനെ ഒരു കൂടിയാലോചന ഉൾപ്പെടെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 99 സീറ്റ് നേടി തുടർഭരണമാണ് LDF നേടിയത്. അതിന് സമാനമായ നിലയിലുള്ള ചർച്ചകളാണ്, ഒരു പ്രചാരണമാണ് നിലവിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ആ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ LDF തന്നെ തുടർഭരണം ഉണ്ടാകും, LDF തന്നെ തുടർഭരണം നേടും എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ UDF-നെ ഒരു കണക്കിന് വിമർശിക്കാൻ ഒന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മെനക്കെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ VD സതീശനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. VD സതീശൻ 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. വനവാസത്തിന് പോകേണ്ട കാര്യമില്ല, രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള ബോധമാണ് വേണ്ടത്. ഒപ്പം തന്നെ UDF-ന്റെ നേതാവായി VD സതീശൻ തുടരണം എന്നുള്ള ഒരു ഉപദേശവും ഗോവിന്ദൻ മാസ്റ്റർ നൽകുകയാണ്. യെസ്, താങ്ക് യു. വിജിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമായിരുന്നു.